നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇതേപോലൊരു ട്രാപ്പിൽ പോയി പെടും, ഒരു കുഴിയിൽ ചാടും, നിങ്ങളുടെ യൂട്യൂബ് ലൈഫ് തന്നെ അവിടെ കൊണ്ട് തീരും. അപ്പം മുമ്പോട്ട് നിങ്ങൾക്ക് നല്ല ക്രിയേറ്ററായിട്ട് കുറേ പൈസയൊക്കെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു വലിയ മിസ്റ്റേക്കിൽ നിങ്ങൾ പോയി ചാടരുത്. ഇന്ന് ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂട്യൂബിലേക്ക് വരുന്നവർ ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാകും ആ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ചൂഷണത്തിൽ പോയി പെട്ടുപോകരുത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. പേഴ്സണലായിട്ടുള്ള ഒന്ന് രണ്ട് എക്സ്പീരിയൻസുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ആ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരാം. യൂട്യൂബിലേക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെങ്കിലും 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് ചാനൽ മോണിറ്റൈസ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. ആർക്കും പൈസ വേണ്ട എന്നാരും പറയത്തില്ലല്ലോ, എല്ലാവർക്കും പൈസ വേണം. അപ്പൊ ഈ പൈസയ്ക്ക് വേണ്ടിയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പൊ ഈ പൈസയ്ക്ക് വേണ്ടി വരുന്ന നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പിരിയാനായിട്ട് കുറെ ആളുകളുണ്ട്. അതായത് ഈ 4000 മണിക്കൂർ 1000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ഇപ്പൊ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആളുകൾ വരെയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതേപോലെയുള്ള അഡ്വർടൈസ്മെന്റുകൾ. അതായത് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞുള്ള അഡ്വർടൈസ്മെന്റുകൾ. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ട് പല പുതിയ ക്രിയേറ്റേഴ്സും പെട്ടെന്ന് തന്നെ 4000 വ്യൂസ് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാമല്ലോ എന്ന് കണ്ട് അങ്ങോട്ട് പോയിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വിടത്തില്ല. അവരെങ്ങനെങ്കിലും നമ്മളെ കൊണ്ട് 4000 വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ ഇവർ ഈ സംഭവമൊക്കെ ചെയ്തു തരും. 4000 വ്യൂസും ആക്കി തരും, 1000 സബ്സ്ക്രൈബേഴ്സും ആക്കി തരും. അതിനുശേഷം നമ്മുടെ ഇന്ന് പൈസയും കൊണ്ടുപോകും. പൈസ ചെറിയ എമൗണ്ട് ഒന്നുമല്ല, 10,000 15,000 20,000 രൂപയ്ക്കാണ് ഇവർ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് മേടിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വലിയൊരു ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നതെന്ന്. യൂട്യൂബിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ചേട്ടാ ഇതുപോലെ യൂട്യൂബ് മോണിറ്റൈസ് ആയിട്ടില്ല. ആദ്യത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റി ആ ചാനൽ പോയി. രണ്ടാമതൊരു ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് മോണിറ്റൈസേഷൻ ഒന്നും ആകുന്നില്ല, പഴയ പോലെ റീച്ച് വരുന്നില്ല. അപ്പം മോണിറ്റൈസേഷൻ പെയ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഒരിക്കലും ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്തില്ല, അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ ആരോടും പറയത്തില്ല. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഞാൻ അങ്ങനെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്ന പലരും ഉണ്ട്. കാരണം ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ വിചാരം ഞാൻ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല, ഞാൻ ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. കാരണം യൂട്യൂബിലേക്ക് വരുന്ന ഓരോരുത്തരും അവരുടെ ഒരു എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അത് മുളയിലെ നമ്മൾ ഞുള്ളിക്കളയുന്ന ഒരു പരിപാടിയാണ് ഈ ചാനൽ പെയ്ഡ് പൈസ മേടിച്ചിട്ട് മോണിറ്റൈസ് ചെയ്ത് കൊടുത്ത് ആ ചാനലിന്റെ റീച്ച് മൊത്തത്തിലും കളയുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചോദിച്ചു, മോണിറ്റൈസേഷൻ ഇങ്ങനെ പെയ്ഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു, അത് ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ യൂട്യൂബിൽ പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് 4000 മണിക്കൂർ വാച്ച് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പേര് അത് വാച്ച് ചെയ്യണം. ഇപ്പം ഇത്രയും ആളുകൾ ജെനുവിനായിട്ട് ആ വീഡിയോ ഓർഗാനിക്കായിട്ട് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ 4000 വ്യൂസ് കിട്ടാൻ പോകുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. അതായത് ഈ പൈസ മേടിച്ചിട്ട് വ്യൂ തരുന്ന ടീമുകളൊന്നും തന്നെ നമുക്ക് തരുന്ന വ്യൂ അത് ജെനുവിനായിട്ടുള്ള ഓർഗാനിക് വ്യൂ ആയിരിക്കത്തില്ല. അതൊന്നിൽ ബോട്ട് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഊടായ്പ വഴികളിലൂടെ ഇവരെ വ്യൂ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വ്യൂ വെച്ചിട്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നത്. അപ്പം മോണിറ്റൈസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബ് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോവുകയും ചെയ്യും. അതൊരു കോണി കിടക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ പ്രസന്റ് ടൈമിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാത്ത രീതിയിലാണ് ഇവരിത് സെറ്റ് ആക്കി തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലരും ഇവരെ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ മോണിറ്റൈസ് ചെയ്തെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ പലരും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ എന്നെ കോൺടാക്ട് ചെയ്ത ആൾ പറഞ്ഞത് എങ്ങാണ്ട് 14,000 രൂപയും കണ്ടാണ് ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ചെയ്യാൻ പോവാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്രോഡ് പരിപാടിയാണിത്. അപ്പോൾ ആരും നിങ്ങൾ ഇതിനകത്ത് പോയി ചാടിക്കൊടുക്കില്ല. നിങ്ങൾ യൂട്യൂബർ ആകാനായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വന്നാണെങ്കിൽ നിങ്ങൾ ജെനുവിനായിട്ട് വീഡിയോകൾ ചെയ്ത് ഓർഗാനിക് വ്യൂ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നിങ്ങളിപ്പം 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഓർഗാനിക്കായിട്ട് എവിടെന്നെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചു എന്ന് വിചാരിക്കുക. 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി മോണിറ്റൈസ് ആയതിനു ശേഷം നിങ്ങളുടെ ചാനലിൽ ആര് വ്യൂ കൊണ്ടുതരും? എവിടുന്ന് വ്യൂ വരും? എങ്ങനെ നിങ്ങളുടെ ചാനലിൽ പൈസ ജനറേറ്റ് ആവും? വ്യൂ ഇല്ലാതെ പൈസ ഉണ്ടാകില്ലല്ലോ. നിങ്ങൾ ജീവിതകാലം മൊത്തം മോണിറ്റൈസ് ചെയ്തതിന് ശേഷം വ്യൂ ഉണ്ടാക്കി പൈസ മോണിറ്റൈസേഷന് കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറൊരു സൈഡിൽ ഒരു സൈഡിൽ പൈസ കൊടുത്ത് വ്യൂ ഉണ്ടാക്കി മറ്റേ സൈഡിൽ നിന്ന് പൈസ ഉണ്ടാക്കും. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിക്കല്ലല്ലോ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ആരും പോയി ചാടി കൊടുക്കരുത്. പലരും യൂട്യൂബിൽ ഇതേപോലെ വീഡിയോകളിൽ ഗൂഗിൾ ആഡ്സ് ചെയ്ത് വ്യൂ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ മറ്റു പല രീതികളിലും വ്യൂ ഒക്കെ കൊണ്ടുവരുന്ന ആളുകളുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ ഒരു ലെവൽ വരെ ഗ്രോ ചെയ്ത് എത്തിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഗൂഗിൾ ആഡ്സിനെ
സഹായം തേടേണ്ടി വരും, അതേപോലെ ഈ രീതിയിലുള്ള സർവീസുകൾ തേടേണ്ടി വരും. അതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ 4000 വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ പൈസയും കളയരുത്, നിങ്ങളുടെ സമയം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ 4000 വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും പെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് യൂട്യൂബർ ആകാൻ നോക്കുന്നത്? അപ്പം ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ചാനൽ നശിപ്പിച്ച് കളയരുത് ഇങ്ങനെ വ്യൂ കയറ്റി. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലെ പൈസയും കളയരുത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളുടെ സമയവും കളയരുത്. ഈ 3 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാതെ ഓർഗാനിക് വ്യൂ കിട്ടുമെന്ന് നോക്കുക. നിങ്ങളൊരു യൂട്യൂബർ ആകാനായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ 1 വർഷമോ 1.5 വർഷമോ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾ അതിൽ ഗ്രോ ചെയ്യാനും തുടങ്ങും. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റാത്തത്? എൻ്റെ ചാനൽ എന്തുകൊണ്ട് വ്യൂ വരുന്നില്ല, റീച്ച് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ അതേ കാറ്റഗറിയിലുള്ള മറ്റാളുകൾ യൂട്യൂബിൽ ഗ്രോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് പോവുക. ഓരോ ദിവസവും ഈ പറയുന്ന ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബോട്ട് വ്യൂ കയറ്റാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക. അങ്ങനെ കിട്ടുന്ന വ്യൂവും സബ്സ്ക്രൈബേഴ്സും കൊണ്ട് ഒരു പ്രയോജനവും ഫ്യൂച്ചറിൽ ഉണ്ടാകത്തില്ല. ഇന്നത്തെ വീഡിയോ മാക്സിമം ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കോട് പ്രതീക്ഷിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.